അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ടോ വ്ളോഗ് ചെയ്തിട്ട് ഇന്ന് വീട്ടിലാണുള്ളത്. ഇപ്പോൾ ചെറിയൊരു സമയം കിട്ടിയപ്പോൾ ചെറിയൊരു സന്തോഷം നിങ്ങളെ പങ്കിടാമെന്ന് കരുതി മാത്രം. ഇന്നൊരു പ്രത്യേകമായ ദിവസമാണ്. ഇന്നല്ല ഇപ്പം വേനൽക്കാലം മഴയായതുകൊണ്ട് കാപ്പിയൊക്കെ പറിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം കാപ്പികൾ പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും വയനാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ കാപ്പി പൂത്തുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിന് പ്രത്യേകമായ മണം ഉണ്ടാവും കേട്ടോ. കാപ്പി പൂത്താൽ നല്ല സുഗന്ധ പരിമളം ഇങ്ങനെ അടിച്ചു വീശും. പിന്നെ കുറേ പ്രത്യേകതകളെന്ന് വെച്ചാൽ പക്ഷികൾ, തേനീച്ചകളൊക്കെ തേൻ കുടിക്കാൻ വരും. അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ള സമയം. പൊതുവേ ഈ ഭാഗത്ത് പൂവുകളൊക്കെ കൂടുതലായതുകൊണ്ട് തേനീച്ചകളും പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ, തേൻ കുടിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ കൂടുതലായി പക്ഷികളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ കാപ്പി പൂത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാകുക കേട്ടോ. തമിഴ്നാട്, കർണാടക, വയനാട് പ്രദേശങ്ങളിലൊക്കെയാണ് കാപ്പി കൂടുതലായി കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്തൊക്കെ കാപ്പികൾ പൂത്ത് നിൽക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സമയമാണ്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാം. ഞാൻ കാണിച്ചു തരാം. പല ഭാഗത്തു കൂടെ ഒക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ അങ്ങോട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ തോട്ടത്തിൽ പോയാലും നമുക്കിത് കാണാൻ കഴിയും. ഇതിൻ്റെ ചെറിയ മുട്ട് വലുതാകുന്ന കാണിച്ചു തരാം. ഈ രൂപത്തിലാണ് ഇത് ചെറിയ മുട്ടിട്ട് വന്ന ഒരു ടൈമാണ് കേട്ടോ. ഇത് നാളത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എന്താകും, നല്ല പൂവായിട്ട് വരും. അപ്പോൾ പൂ വിടർന്നു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ ഏത് വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും നമുക്ക് പ്രത്യേകമായൊരു സ്മെല്ല് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد